നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, സിനിമയെക്കുറിച്ചിട്ട് തന്നെയാണ്. വേറൊന്നും സംസാരിക്കുന്നില്ല, സിനിമയെക്കുറിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്. 2024 മലയാള സിനിമ, അതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് ഹിറ്റുകൾ, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ളൊരു വർഷം ആണ് 2024 എന്ന് പറയുന്നത്. എത്രയോ സിനിമകൾ ഈ 2024 ഏറ്റവും അധികം റവന്യൂ ആസ് ആൻ ഇൻഡസ്ട്രി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു മേജർ പോയിന്റാണ്. കാരണം 2023 ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് കാര്യമായിട്ടുള്ളൊരു ബിസിനസ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ട് ഇല്ലെന്നല്ല. ബട്ട് ദെൻ ഇഫ് വി കമ്പയർ ടു 2024 അതിൽ വലിയ മെച്ചങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല 2023 സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ കൊല്ലം ഒരുപാട് ഹിറ്റുകൾ, മഞ്ഞമ്മൽ ബോയ്സിൽ തുടങ്ങി ഈ മാർക്കോ വരെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഹിറ്റുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ നല്ലൊരു സിനിമ, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്യുന്നൊരു സിനിമയാണ് ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയാണ് ആദ്യമായി തന്നെ ഒരു ചർച്ചാ വിഷയമായത്. അത് കഴിഞ്ഞ കൊല്ലത്തെ IFFKയിൽ കേരള ഫിലിം ഫെസ്റ്റിവലിൽ വളരെയധികം ക്രിട്ടിക്കൽ റെസ്പോൺസ് കിട്ടിയൊരു സിനിമയാണ്. നല്ലൊരു സിനിമ എന്നുള്ളൊരു ഖ്യാതി ഉള്ളൊരു ആയിരുന്നു ആട്ടം. ആ സിനിമ ഇറങ്ങിയപ്പോൾ ജനുവരിയിലാണ് സിനിമ ഇറങ്ങിയത്. അതിന് നല്ലൊരു റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. 2024 ആദ്യമായിട്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടിയൊരു സിനിമയാണ് ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ സ്ത്രീക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു സിനിമ തന്നെയായിരുന്നു ആട്ടം. ആട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഹിറ്റായ സിനിമയാണ് അബ്രഹാം ഓസ്ലർ, അല്ലെങ്കിൽ ഓസ്ലർ. ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഓസ്ലർ. മമ്മൂട്ടിയുടെ ക്യാമിയോ ആ സിനിമയെ ഒരു പരിധിവരെ നന്നായി ഓടാൻ അത് സഹായിച്ചു. മമ്മൂട്ടിയുടെ ക്യാമിയോ, ആ റോൾ. ഓസ്ലർ തീർച്ചയായിട്ടും ജയറാമിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ ആയിരുന്നു. കാരണം ആ സിനിമ 50 കോടിക്കടുത്ത്, 50 കോടി ഉണ്ടോയെന്നറിയില്ല, അതിനടുത്ത് കളക്ട് ചെയ്തിട്ടാണ് അറിവ്. റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആട്ടവും ഓസ്ലറും ആണ് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഓടിയൊരു സിനിമ, ഓടിയ 2 സിനിമകൾ. പിന്നെ വന്നതാണ് മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ വളരെ അധികം ഹൈപ്പോടുകൂടി വന്നൊരു സിനിമയായിരുന്നു. പക്ഷെ അതിന് വേണ്ടത്ര ഒരു പ്രശംസയോ സ്വീകാര്യതയോ ലഭിച്ചില്ല. എന്നിരുന്നാലും എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റിലായിട്ടൊരു സിനിമയാണ് മോഹൻലാലിൻ്റെയും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയും മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ ഈ 3 സിനിമകളാണ് ജനുവരി മാസത്തിൽ ഉള്ള സിനിമയിൽ കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫെബ്രുവരിയിൽ 4 സിനിമകൾ ഇറങ്ങി. ഇതിൽ പ്രേമലവും മഞ്ഞുമൽ ബോയ്സും വളരെയധികം ഹിറ്റായി, ബോക്സ് ഓഫീസിൽ വളരെയധികം ചലനം സൃഷ്ടിച്ച 2 സിനിമകളായിരുന്നു. പിന്നെ ഇറങ്ങിയതാണ് ഭ്രമയുഗവും അന്വേഷിപ്പിനും കണ്ടെത്തും. ഇതിൽ ഭ്രമയുഗം നന്നായി, വളരെ നല്ല കളക്ഷനും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേറൊരു തരത്തിലുള്ളൊരു അപ്പിയറൻസും പിന്നെ മോണോക്രോം സെറ്റപ്പ് എല്ലാം കൂടി സിനിമ നന്നായിട്ട് ആൾക്കാരെ ഏറ്റെടുത്തു. അന്വേഷിപ്പിനും കണ്ടെത്തും നല്ല സ്വീകാര്യത ലഭിച്ചു. പക്ഷേ ബോക്സ് ഓഫീസിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ഭ്രമയുഗവുമാണ് കാര്യമായിട്ട് തിളങ്ങിയത് ഫെബ്രുവരിയിൽ. പിന്നെ നമ്മൾ മാർച്ചിലേക്ക് വരികയാണെങ്കിൽ മാർച്ചിലെ ഒരു പ്രധാന റിലീസ് എന്ന് പറയുന്നത് ആടുജീവിതമാണ്. ബ്ലസ്സിയും പൃഥ്വിരാജിൻ്റെയും ആടുജീവിതം ആയിരുന്നു മാർച്ചിൽ. ആ സിനിമ നന്നായിട്ട് ഓടി. ഒരു ആസ് പെർ പ്രൊഡ്യൂസേഴ്സ് ഒരു 150 കോടി കളക്ട് ചെയ്തെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈം നല്ലൊരു ടൈമായിരുന്നു മലയാള സിനിമയിൽ. നല്ല കളക്ഷനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നീട് ഏപ്രിലിൽ
3 സിനിമകളാണ് കാര്യമായിട്ട് ഇറങ്ങിയത്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ വിഷുക്കാലമാണ്. വിഷുക്കാലം എന്ന് പറയുമ്പോൾ ആളുകളിലൊക്കെ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയമാണ്. മറ്റൊന്നുമല്ല, വിഷു ഫെസ്റ്റിവലാണ്, ഫെസ്റ്റിവൽ സീസണാണ്, വെക്കേഷനാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കുടുംബമായിട്ട് തിയേറ്ററിൽ പോകുന്ന ഒരു ടൈമാണ്. പക്ഷെ തമാശ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നേ തൊട്ട് മുമ്പേ ഇറങ്ങിയ മാസത്തെ പ്രേമലവും മഞ്ഞമ്മൽ ബോയ്സും പ്രമേയവും ഒക്കെ പിന്നെയും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് തിയേറ്ററിൽ. അപ്പോഴാണ് നമ്മുടെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ജയ ഗണേശ്, ഈ 3 സിനിമകളാണ് വിഷു സിനിമകളായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓടിയ സിനിമ ആവേശം. ആവേശം വളരെ സെൻസേഷണൽ ഹിറ്റായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നന്നായിട്ട് ഓടി, പക്ഷെ നല്ല ട്രോളും ഏറ്റുവാങ്ങി, ക്രിഞ്ച് ഡയലോഗ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇതൊക്കെ ഏറ്റുവാങ്ങി. പക്ഷെ എന്നാലും നല്ലൊരു സിനിമയായിരുന്നു, നന്നായിട്ട് ഓടിയൊരു സിനിമയായിരുന്നു. പിന്നെ ജയ ഗണേശ് ഈ 2 സിനിമകൾക്ക് ഒത്ത് ഉയർന്നില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഏപ്രിൽ വിഷുക്കാലത്തിറങ്ങിയ ജയ ഗണേശ്. പിന്നീട് മെയ് മാസത്തിൽ 3 സിനിമകളാണ് കാര്യമായിട്ട് ഇറങ്ങിയത്. ആ 3 എണ്ണവും നന്നായിട്ട് തന്നെ പോയി. 3 സിനിമകളെന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ബേസിൽ കോമ്പിനേഷനിൽ വന്ന ഗുരുവായൂർ അമ്പലനടയിൽ, പിന്നീട് മമ്മൂട്ടിയുടെ ടർബോ, ആസിഫ് അലി ബിജുമേനോൻ കോമ്പിനേഷൻ്റെ തലവൻ. ഈ 3 സിനിമകളാണ് വന്നത്. ഇതിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു എന്താ പറയുക സ്റ്റാൻഡപ്പ് കോമഡി, അതുപോലത്തെ ഒരു കോമഡി ചിത്രമായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തിയേറ്ററിൽ ഓടിയൊരു സിനിമ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. പിന്നെ മമ്മൂട്ടിയുടെ ടർബോ നന്നായിട്ട് ഓടി എന്ന് തന്നെ പറയാം. കാരണം ഒരു മമ്മൂട്ടി ഇതേവരെ ഒരു 2 കൊല്ലമായിട്ട് ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു മാസ് കഥാപാത്രമായിരുന്നു. പക്ഷേ സിനിമ നന്നായിട്ട് ഓടി, നല്ല പ്രോഫിറ്റ് അത്യാവശ്യം നന്നായിട്ട് കിട്ടിയെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ടർബോന് ശേഷം ടർബോൻ്റെ കൂടെ തന്നെ ഇറങ്ങിയ തലവനും വളരെയധികം നേട്ടമുണ്ടാക്കി ആസിഫ് അലിക്ക്. ആസിഫ് അലി ബിജുമേനോൻ കോമ്പിനേഷനിൽ വന്ന സിനിമ നന്നായിട്ട് തന്നെ തിയേറ്ററിൽ ഓടി, നല്ലൊരു കളക്ഷൻ നേടുകയും ചെയ്തു. അത് ജിസ്റ്റോയ് ആസിഫ് അലി ആ ഒരു കോമ്പിനേഷൻ്റെ മറ്റൊരു വിജയചിത്രമായി തന്നെ മാറി. ഇതിനിടയിൽ തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഗോളം. ഗോളം നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ട് തന്നെയാണ് വന്നത്. ഗോളം നന്നായിട്ട് ഓടിയത് ശേഷം പിന്നെ വന്നൊരു വലിയൊരു ഹിറ്റാണ് വാഴ. ആനന്ദ് മേനൻ്റെ വാഴ എന്ന് പറയുന്ന സിനിമ ഒരു ചലനം തിയേറ്ററിൽ സൃഷ്ടിച്ചു. കാരണം ആ ഒരു ടർബോയും ഗുരുവായൂർ അമ്പലനടയിലും തലവനെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഇതിലൂടെ മന്ദതയിലൂടെ പോയിരുന്നൊരു തിയേറ്ററുകളെ കുറച്ചും കൂടി ഒന്ന് ആൾക്കാരിലേക്ക് പിന്നെയും നന്നായിട്ടൊന്ന് എത്തിയ സിനിമയായിരുന്നു വാഴ. വാഴയുടെ കൂടെ തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണ് നുണക്കുഴി. നുണക്കുഴിയും ജിത്തു ജോസഫും ബേസിൽ ജോസഫും ഒക്കെ ഒന്നിച്ച സിനിമ നന്നായിട്ട് തന്നെ പോയി. എന്നാലും വാഴയായിരുന്നു ഹിറ്റായത്, നല്ലൊരു ഹിറ്റായത് വാഴയായിരുന്നു. ആ സിനിമ കഴിഞ്ഞ് പിന്നെ ട്രോളുകളൊക്കെ വന്നു എങ്കിലും ആ സിനിമ നല്ലൊരു പ്രോഫിറ്റബിൾ വെഞ്ചറായിരുന്നു. ഇതിനിടയിൽ തീർച്ചയായിട്ടും പറയേണ്ട 2 സിനിമകളാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റും പായൽ കപ്പാടിയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ്, അതുകൂടാതെ പാരഡൈസ് എന്ന സിനിമയും. ഈ 2 സിനിമയും വളരെയധികം എന്താ പറയുക ക്രിട്ടിക്കലി അക്ലെയിംഡ് സിനിമകൾ തന്നെ ആയിരുന്നു. ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഞാനിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ക്യാൻസിൽ പോയി ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടി. അതുപോലെ തന്നെ പായൽ കപ്പാടിക്ക് ഗോൾഡൻ ഗ്ലോബ്സിൻ്റെ നോമിനേഷൻ വരെ കിട്ടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് മഹത്തായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊരു നല്ല സിനിമയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ പാരഡൈസ് ആണ് നേരത്തെ പറഞ്ഞത്. ശ്രീലങ്കൻ എന്താ പറയുക പ്രശ്നങ്ങളും ഒരു ഇന്ത്യൻ കപ്പിൾ അവിടെ ചെല്ലുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടുള്ളൊരു ഒരു രാമായണമൊക്കെ ആയിട്ട് ബേസ് ചെയ്തൊരു കഥ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. റോഷൻ മാത്യുവും ദർശൻ രാജേന്ദ്രനും അഭിനയിച്ച സിനിമയാണ്. അത് നല്ലൊരു ക്രിട്ടിക്കലി അക്ലെയിംഡ് മൂവി ആയിരുന്നു. തിയേറ്ററിൽ റിലീസായ സിനിമയാണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റും തിയേറ്ററിൽ ഇറങ്ങി നല്ല കളക്ഷൻ നല്ല ഓഡിയൻസ് നന്നായിട്ട് കയറിയ ഒരു സിനിമ കൂടിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ഇതിനിടയിൽ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത സിനിമയിൽ ഉർവശിയുടെയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തിൻ്റെയും ആ ഒരു
കോമ്പിനേഷൻ, അവരുടെ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചു. അതൊരു എന്താ പറയുക, വളരെ ഒരു തട്ടുപൊളിപ്പൻ ഇതൊന്നും ഇല്ലെങ്കിലും ആ സിനിമ നന്നായിട്ട് ആൾക്കാർ കണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ഉള്ളെടുത്ത്. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്ന ഡോൺ പാലത്തറയുടെ ഒരു സിനിമ, വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പറഞ്ഞൊരു സിനിമ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ പറയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന് ഇറങ്ങിയ സിനിമകൾ. ഓണത്തിന് 3 സിനിമകളാണ് കാര്യമായിട്ട് ഇറങ്ങിയത്. അതിൽ അജയൻ്റെ രണ്ടാം വർഷവും കിഷ്കിന്ധാകാണ്ഡവുമാണ് വെന്നിക്കൊടി പാറിച്ചു. അതായത് ഈ 2 സിനിമകളും വളരെ നന്നായിട്ട് ഓടി. അജയൻ്റെ രണ്ടാം വർഷം 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്ന് പ്രൊഡ്യൂസർമാർ തന്നെ പറയുന്നുണ്ട്. കിഷ്കിന്ധാകാണ്ഡം ആസിഫ് അലിയുടെ വല്ലാത്തൊരു എന്താ പറയുക സ്ലീപ്പർ ഹിറ്റായിരുന്നു. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം ഹിറ്റായ ഒരു സിനിമയാണത്. അതിൻ്റെ ഒരു തീമും വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി അവരുടെ ഒരു പെർഫോമൻസും എല്ലാം കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ് കിഷ്കിന്ധാകാണ്ഡം. OTT റിലീസ് ആയതിനു ശേഷവും സിനിമ നല്ലൊരു റെസ്പോൺസാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അജയൻ്റെ രണ്ടാം വർഷം പറയേണ്ട കാര്യമില്ല. ടോവിനോ തോമസിൻ്റെ 3 റോൾ, ട്രിപ്പിൾ റോൾ വളരെ നന്നായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ ടോവിനോയ്ക്ക് കഴിഞ്ഞു. അത് ആ സിനിമയുടെ വലിയൊരു വിജയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു 3D കാര്യങ്ങളെല്ലാം കുട്ടികളാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും വളരെയധികം എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊടുത്ത ഒരു സിനിമ തന്നെയാണ് അജയൻ്റെ രണ്ടാം വർഷം. പിന്നെ ഇറങ്ങിയത് കൊണ്ടലാണ്, ഓണത്തിന് ഇറങ്ങിയത്. അത് എന്താ പറയുക പ്രതീക്ഷിച്ചത്ര വിജയം കണ്ടില്ല ആൻ്റണി വർഗീസിൻ്റെ കൊണ്ടൽ. ഇപ്പോൾ ഓണത്തിന് ഇറങ്ങിയ 3 സിനിമകളിൽ 2 നന്നായിട്ട് വന്നു, നന്നായിട്ട് എന്താ പറയുക തിയേറ്ററിൽ നന്നായിട്ട് ഓടി. മലയാളം സിനിമയെക്കുറിച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ വളരെയധികം തമിഴ് സിനിമകളും അതുപോലെ തന്നെ തെലുങ്ക് ഡബ്ഡ് സിനിമകളും മലയാളത്തിൽ ഇറങ്ങി. അതിൽ സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഒരു വിന്നിങ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വിജയം ഈ പറയുന്ന ഇതര ഭാഷാ സിനിമകളിലേക്ക് കുറവായിരുന്നു മലയാളത്തിൽ. കഴിഞ്ഞ വർഷം ജയിലറും ലിയോ എല്ലാം 50 കോടി കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത് പോയ ആ ഒരു സമയത്ത് ഇക്കൊല്ലം ഇറങ്ങിയ ഗോട്ടാകട്ടെ, അതുപോലെ തന്നെ പുഷ്പയാകട്ടെ, അതുപോലെ തന്നെ കങ്കുവ, ഇത് 3 കേരളത്തിൽ വർക്കായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഗോട്ട് കേരളത്തിൽ നിന്നും ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്നും മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഷോ കുറഞ്ഞു. അതുപോലെ തന്നെ പുഷ്പ എന്നാലും കുറച്ചും കൂടി നന്നായിട്ട് പോയി എന്ന് വേണം പറയാൻ. കങ്കുവ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ആവുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇതര ഭാഷാ സിനിമകൾക്ക് ഇത്തവണ എക്സെപ്ഷൻ ഉണ്ട്. അമരൻ പോലെയുള്ള സിനിമകൾ, അമരൻ നന്നായിട്ട് കേരളത്തിൽ ഓടി, മഹാരാജ നന്നായിട്ട് ഓടി, വിജയ് സേതുപതിയുടെ മഹാരാജ നന്നായിട്ട് ഓടി. അതുപോലെ തന്നെ വിജയ് സേതുപതിയുടെ വെട്രിമാരൻ്റെയും വിടുതലൈ 2 വലിയ തിരക്കേടില്ലാതെ ഓടുന്നുണ്ട്. എന്നാലും മഹാരാജയുടെ ആ ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. അതാണ് ഇതര ഭാഷാ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിലുള്ളത്. പിന്നെ ആദ്യം ജാൻ ആ ഒരു സമയത്ത് പൊങ്കലിന് ഇറങ്ങിയ തമിഴ് സിനിമകളായിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ മില്ലർ, ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ ആണെങ്കിലും അതുപോലെ തന്നെ അയലൻ, ശിവകാർത്തികൻ്റെ അയലനാണെങ്കിലും ഈ 2 സിനിമകളും ഭേദപ്പെട്ട ഒരു പ്രകടനം തന്നെയാണ് കേരളത്തിൽ നിന്നും കളക്ഷൻ ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് സിനിമകളാണ് ജോജു ജോർജിൻ്റെ പണി, പിന്നെ അമൽ നീരദിൻ്റെ സിനിമയായ ബൊഗെയിൻവില്ല. ഈ 2 സിനിമകളും അത്യാവശ്യം വലിയ പരുക്കുകളൊന്നുമില്ലാതെ ഓടിയ സിനിമകളാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ ഈ 2 സിനിമകളും നന്നായിട്ട് വർക്കായ സിനിമകളാണ്. പിന്നെ ഇറങ്ങിയ ഹലോ മമ്മി അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി, ഈ 2 സിനിമകളും നല്ല രീതിയിൽ ആൾക്കാർക്കിടയിൽ എന്താ പറയുക പ്രചാരണം കിട്ടി. ഇതിൽ സൂക്ഷ്മദർശിനിക്ക് ഒരു പടി മുമ്പേ, അതായത് കുറച്ചും കൂടി അധികം നല്ലൊരു സ്വീകാര്യത തിയേറ്ററിൽ കിട്ടിയിരുന്നു. അതായത് ഈ സിനിമയുടെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ബേസിൽ ജോസഫ് അതുപോലെ തന്നെ നസ്രിയ നാസിം അവരുടെ ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. കോമ്പിനേഷൻ സിനിമയിൽ വളരെയധികം നന്നായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, വേറൊരു തരത്തിലൊരു വിമൻ ഓറിയൻറ്റഡ്, ഒരു സ്ത്രീകൾ കുറച്ച് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണത്. ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ തന്നെ
അത് വേറൊരു തരത്തിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാണാത്ത ആൾക്കാർ ഉള്ളതുകൊണ്ട് ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ട് ഞാൻ എന്ത് സ്പോയിലറൊന്നും പറയുന്നില്ല. അപ്പം സൂക്ഷ്മദർശിനി, ഹലോ മമ്മി, പണി, ബൊഗെയിൻ വില്ല, ഈ ഇത്തരത്തിലുള്ള സിനിമകൾ നല്ലൊരു പ്രേക്ഷകരെ കിട്ടിയ സിനിമയാണ്. നല്ല പ്രേക്ഷകർ കണ്ട സിനിമയായിരുന്നു ഈ സിനിമകളെല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി പറയാൻ വരുന്നത് നമ്മുടെ ക്രിസ്മസ് റിലീസിനെ കുറിച്ച്. അവസാന ഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത് ക്രിസ്മസ് സിനിമകളെ കുറിച്ചിട്ടാണ്. ക്രിസ്മസ് സിനിമകൾ എന്ന് പറയുമ്പോൾ 4 സിനിമകളാണ് കാര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അതിന് മാത്രം വയലൻസ് ആ സിനിമയിലുണ്ട്. അത് ഇപ്പോഴത്തെ ജനറേഷൻ, പുതിയ ജനറേഷൻ ആൾക്കാരും അതല്ലാതെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആ സിനിമ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ട്. അത് തെറ്റാണെന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ ആ സിനിമയാണ് നന്നായിട്ട് ഓടുന്നത് ക്രിസ്മസിന്. അത് കഴിഞ്ഞിട്ട് ഉള്ള സിനിമയാണ് റൈഫിൾ ക്ലബ്. റൈഫിൾ ക്ലബ് ആഷിഖ് കപൂറിൻ്റെ ഒരു തിരിച്ചുവരവ്. ആ ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ തിരിച്ചുവരവ് ആയിട്ടാണ് ആൾക്കാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ, അതിൻ്റെ ഒരു എന്താ പറയുക, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. സ്ത്രീകൾക്ക് കുറച്ചധികം പ്രാധാന്യം ഉണ്ട് അതിൽ. സ്ത്രീകളെല്ലാം ചുമ്മാ നിൽക്കുന്ന ആൾക്കാരില്ല, അവരെല്ലാം റൈഫിളെല്ലാം എടുത്ത് എന്താ പറയുക, കാര്യങ്ങളൊക്കെ വെടിവെക്കുകയും അതുപോലെ തന്നെ അറ്റാക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് റൈഫിൾ ക്ലബിലെ സ്ത്രീകൾ. അവർ ആണുങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് വേർതിരിവെന്ന സിനിമ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുള്ളൊരു സിനിമ തന്നെയാണ് റൈഫിൾ ക്ലബ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമയാണ് എക്സ്ട്രാ ഡീസൻറ്റ്. ഇതൊരു ഡാർക്ക് കോമഡി കണത്തിൽ വരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ആ ഒരു സിനിമയൊക്കെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും ആണ് സിനിമയിൽ. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു പെർഫോമൻസും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എക്സ്ട്രാ ഡീസൻറ്റ് അല്ലെങ്കിൽ ED എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളത്. പിന്നെ ഇറങ്ങിയ സിനിമയാണ് മോഹൻലാലിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിട്ടുള്ള ബാരോസ്. ഈ സിനിമ ഒരു 3D സിനിമയാണ്, ഒരു വിഷ്വൽ സ്പെക്ടക്കിളാണ് സിനിമ. ഈ സിനിമയ്ക്ക് എന്താ പറയുക, ധാരാളം ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ബാരോസ്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ആണെങ്കിലും അതിൻ്റെ ഒരു പേസ് ആണെങ്കിലും അതൊരു എന്താ പറയുക, 3D ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു സിനിമ, അതിൻ്റെ അതൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. 3D എങ്ങനെയാണോ ആൾക്കാരിലേക്ക് എത്തേണ്ടത് ആ ഒരു തരത്തിൽ എത്തിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ബാരോസ്. ഇവിടെ ഇപ്പോൾ കുറേ സിനിമകൾ ഹിറ്റായി അല്ലെങ്കിൽ സിനിമകൾ ഓടി എന്നെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 700 കോടി നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഈ കൊല്ലം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ 700 കോടി നഷ്ടത്തിൽ 26 സിനിമകൾ മാത്രമാണ് ഹിറ്റായിട്ടുള്ളത്. 26 സിനിമകൾ ഹിറ്റായത് 204 അല്ലെങ്കിൽ 199 അധികം സിനിമകൾ ഇറങ്ങിയതിൽ 26 സിനിമകൾ മാത്രമാണ് ഹിറ്റായിട്ട് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. 700 കോടിയുടെ നഷ്ടവും അവർ കണക്കാക്കപ്പെടുന്നുണ്ട്.